ദൈവം സജ്ജരായവരെ വിളിക്കുകയല്ല, വിളിച്ചവരെ സജ്ജരാക്കുകയാണ്. മോശയുടെ ജീവിതം നമ്മുടെ മുമ്പിൽ നല്ല ഒരു പാഠം തന്നെയാണ്. കൊലപാതകിയായി മരുഭൂമിയിലേക്ക് ഓടിപ്പോയവൻ മുൾപ്പടർപ്പിൽ കത്തുന്ന അനുഭവത്തിൽ ദൈവത്തെ കാണുന്നതിന് മുൻപ് 40 വർഷത്തെ ജീവിതം. മാനുഷികമായി ചിന്തിച്ചാൽ പരാജയപ്പെട്ടു പോയ, ഒറ്റപ്പെട്ടു പോയ, ഒന്നുമില്ലാത്ത ഒരു ജീവിതം. തിളങ്ങി നിൽക്കുന്ന രാജകുമാരൻ്റെ അനുഭവത്തിൽ നിന്ന് വെറും ഒരു സാധാരണ മനുഷ്യനായി ഒതുങ്ങിപ്പോയൊരനുഭവം. പെട്ടെന്ന് ക്ഷോഭിക്കുന്ന മനുഷ്യരിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും ശാന്തനായ, പ്രശാന്തനായ മനുഷ്യൻ എന്നുള്ള രൂപഭാവ മാറ്റത്തിലേക്ക് കടന്നു വന്നവൻ. ഇതാണ് കർത്താവിൻ്റെ ഇടപെടൽ. പരാജയമെന്നും നഷ്ടമെന്നും നാം കരുതുന്ന ഇടങ്ങളിൽ ദൈവത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും. തിളങ്ങി നിൽക്കുന്ന ഈജിപ്തിലെ രാജകുമാരനല്ല, ശാന്തനായ മിദിയാനിലെ ആ ഇടയൻ്റെ മുമ്പിലാണ് ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം ഹോറേബ് മലയിൽ കത്തുന്ന മുൾപ്പടർപ്പിൽ ദർശിക്കാൻ ഇടയായത്. 40 വർഷം ഒരുക്കത്തിൻ്റെ അനുഭവമായിരുന്നു. മോശയെ സംബന്ധിച്ച് വ്യക്തിപരമായി ഒരുപാട് കുറവുകളെക്കുറിച്ച് ബോധ്യവാനായ ഒരു മനുഷ്യനായിരുന്നു. വിക്കുള്ളവൻ, കാര്യപ്രാപ്തി ഒട്ടുമില്ലാത്തവൻ, കാര്യങ്ങൾ നടപ്പിൽ വരുത്തുവാൻ മടിയുള്ളവനെന്ന് സ്വയം കരുതിയവൻ. ലോകചരിത്രത്തിൽ ഇന്നോളം ഇത്രയും ദൂരം അനുസരണക്കേട് മാത്രം കൈമുതലായ ഒരു ജനത്തെ നയിക്കാൻ അവന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 3:13 ദീർഘനേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം മലമുകളിലേക്ക് കയറിയ യേശു തൻ്റെ ശിഷ്യന്മാരെ നോക്കി അവരിൽ നിന്ന് ഇഷ്ടമുള്ള 12 പേരെ തിരഞ്ഞെടുത്തു. പ്രാഗൽഭ്യമോ കഴിവോ ഒന്നും അടിസ്ഥാനമായിട്ടില്ലാത്ത സാധുക്കളായ 12 പേർ. എന്നാൽ ലോകത്തെ മാറ്റിമറിക്കുന്ന അനുഭവത്തിലേക്ക് അവരെ അവൻ സജ്ജമാക്കി. കുറവുകളെക്കുറിച്ച്, പരിമിതികളെക്കുറിച്ച്, ഇല്ലായ്മകളെക്കുറിച്ച് പരാതിയും പരിഭവവും പറയുമ്പോൾ ഈ നൊയമ്പ്, ഈ തപസ്സുകാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ദൈവം നിന്നെ സജ്ജനാക്കും. ദൈവം നിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കും. അവൻ്റെ മുമ്പിൽ നിന്നെ തന്നെ സമർപ്പിക്കാൻ നിനക്ക് സാധിക്കണം. മോശ തൻ്റെ 40 വർഷം മരുഭൂമിയിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ അനുഭവം ഹൃദയത്തിൽ സ്വീകരിക്കാൻ ഇടവന്നു. അതുകൊണ്ട് വിക്കനെന്ന് സ്വയം കരുതിയവൻ്റെ വാക്കുകൾക്ക് മൂർച്ചയുടെ അനുഭവം ഉണ്ടായി. നിന്റെ കുറവുകളെ നിറവുകളാക്കാൻ സാധിക്കുന്ന അഭിഷേകമുള്ളവൻ്റെ കരങ്ങളിലേക്കാണ് നീ കടന്നു ചെല്ലുന്നത് എന്നുള്ള ബോധ്യം നിനക്കുണ്ടാകട്ടെ. നൊയമ്പുകാലം വ്യക്തിപരമായ തിരിച്ചറിവിൻ്റെ കാലമാണ് എന്ന് മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ കാലമാണെന്ന് മനസ്സിലാക്കുക.